അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ്. കോൺഗ്രസ് നേതാവെന്ന നിലയിലല്ല, വീരഭദ്രസിംഗിന്റെ മകനെന്ന നിലയിലാണ് ചടങ്ങിൽ പങ്കെടുക്കുക. രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് തന്റെ പിതാവെന്നും വിക്രമാദിത്യ സിംഗ്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, കോൺഗ്രസ് നിലപാടിനെതിരായി ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ പ്രതികരണം? അതോ വ്യക്തിപരമാണ് പങ്കെടുക്കുന്നതും അല്ലാത്തതും എന്ന നിലപാടിൽ പാർട്ടി ഇത് കാണുമോ? ക്രിസ്റ്റീന, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ പ്രതിപക്ഷ പാർട്ടികളുടെ, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ കൂടി നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചില നേതാക്കൾക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗിന്റെ മകനും നിലവിലെ PWD മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിക്രമാദിത്യ സിംഗ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് തന്റെ പിതാവ് വീരഭദ്ര സിംഗ് അയോധ്യ രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് വീരഭദ്ര സിംഗിന്റെ മകൻ എന്ന നിലയിൽ തന്റെ പുത്രധർമ്മമാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോൺഗ്രസ് ഔദ്യോഗികമായി നിലപാട് അറിയിച്ച ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഇനിയും വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതേസമയം വ്യക്തിപരമായി ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൂജകൾ അടക്കമുള്ളവ പ്രവർത്തകർക്ക്, പാർട്ടി നേതാക്കൾക്ക് നടത്താമെന്നും അതിൽ പാർട്ടി തടയില്ല എന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. രാമക്ഷേത്രത്തെ ബഹുമാനിക്കുന്നു, കോൺഗ്രസ് അംഗീകരിക്കുന്നു. എന്നാൽ ആ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നതിനുള്ള എതിർപ്പ് അതിന്റെ ഭാഗമായാണ് ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ തന്നെ ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി.